ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ വരുന്ന +1 ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എന്തുമാത്രം എഴുതണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വരുന്ന ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് +1 കുട്ടികളെ സഹായിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസ് സബ്ജക്റ്റിൻ്റെതാണോ വേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കുക കേട്ടോ. സോ അതിൽ നമുക്ക് ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിനും 8 മാർക്കിനുമായിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ആ സ്പീച്ച് നിങ്ങൾ വായിച്ചു, അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് അത് വെച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യണത്, യുണീക്ക് ആവേണ്ടതിനെ പറ്റിയിട്ടൊക്കെ ഈ തവണ SSLC എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് സ്പീച്ചോ എസ്സേ ആണെങ്കിലും സെയിം തന്നെയാണല്ലോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോദിക്കാം. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിന് ഇന്നത്തെ മോഡേൺ വേൾഡിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാകാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം. ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചോദിച്ചേക്കാം, കാരണം സൈബർ സ്പേസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ 6 മാർക്കിന് ഒരു ട്രാവൽ എസ്സേ ചോദിക്കാം. അതായത് നിങ്ങൾ പോയ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഹൗ ടു ബിക്കം ആൻ ഐഡിയൽ സിറ്റിസൺ, ഇഫ് എന്ന് പറയുന്ന പോയോല്ലേ, അതിനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ വാല്യൂ, ഇങ്ങനെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെന്ന് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 6 മാർക്കിനും 8 മാർക്കിനൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ 8 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം എഴുതണം? 8 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ 2.5 പേജാണ് മിനിമം എഴുതേണ്ടത്. 2.5 പേജ് എന്ന് പറഞ്ഞാൽ 2.5 സൈഡ്, ഒരു സൈഡ് 2 സൈഡ് പിന്നെ 1/2 സൈഡ്, ആ രീതിയിലെങ്കിലും എഴുതണം. 6 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ 1.5 എഴുതിയാൽ മതി, ഒരു സൈഡ് ദെൻ അടുത്ത സൈഡിൻ്റെ പകുതി, അത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് 4 അല്ലെങ്കിൽ 6 വരെ മാർക്കുകളിലായിട്ട് പാരഗ്രാഫ്, റൈറ്റപ്പ്, ആർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പോൾ അത് വരാവുന്നത് ചെറിയ 4 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 4 മാർക്കിന് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 പേജ് എഴുതിയാൽ മതി. 1/2 പേജിൽ അല്ലെങ്കിൽ മാക്സിമം 3/4 പേജ്, അതിൽ കൂടുതൽ എഴുതണ്ട, 1/2 to 3/4 പേജ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ചോദിക്കാമെന്ന് വെച്ചാൽ, മദേഴ്സ് ലവ്, കോൺഫിഡൻസ് ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, കറേജ്, ധൈര്യം, സെൽഫ് റിലയൻസ്, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, യുണീക്ക് ആകേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡെത്ത് എങ്ങനെയാണ് ഒരു ഈക്വലൈസർ ആകുന്നത്, കമൻറ്റ് ചെയ്യൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ദെൻ ഹാപ്പിനെസ് ഓരോ വ്യക്തിക്കും വേറെയാണല്ലേ, ഗൂസ്ബെറീസിൽ നമ്മൾ പറയുന്നുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? സ്ലീപ്പ് എന്ന് പറയുന്നൊരു ബ്ലെസ്സിങ് ആണോ, കമൻറ്റ് ചെയ്യൂ. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് നല്ലതാണോ, എക്സസൈസ് നല്ലതാണോ എന്നൊക്കെ ആ രീതിയിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം പാരഗ്രാഫ് റൈറ്റപ്പ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ബ്ലോഗൊക്കെ ആയിട്ടും 4-6 മാർക്കിനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ദെൻ 3 മുതൽ 4 മാർക്കിന് വരെ, 4 മാർക്കിനൊക്കെയാണ് കാണുന്ന ഒരു പോയം തന്നിട്ട് ആ പോയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിലെ സ്പീക്കർ ആരാണ്, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇതിലെ പോയറ്റിക് ഡിവൈസസ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ലൈൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ പ്രോസ് അനോട്ടേഷൻ, അതായത് നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നുകൊണ്ട് അതിൽ നിന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സെൻറ്റൻസിൽ സ്പീക്കർ ആരാണ്, ഏത് സമയത്താണ് ഇതിൽ പറയുന്നത്, എന്നിട്ട് ഏതെങ്കിലും ഒരു വാക്ക് തന്നുകൊണ്ട് ഇതിനോട് സാമ്യം വരുന്ന വാക്ക് ഈ പാരഗ്രാഫിൽ ഏതാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിക്കാം. പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് ഇതേപോലെ വേറെ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ഇതേപോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിസ്കോഴ്സസ് ആണ്. ഡിസ്കോഴ്സസ് പല രീതിയിൽ ഒരുപാട് ഡിസ്കോഴ്സസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്, ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അത് കൂടാതെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ 16 ഡിസ്കോഴ്സ് എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. 16 ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇമെയിൽ, ബ്ലോഗ്, ലെറ്റർ ടു ദ എഡിറ്റർ, ലെറ്റർ ഓഫ് എൻക്വയറി, ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ, സെമിനാർ റിപ്പോർട്ട്, പ്രൊഫൈൽ, അങ്ങനെ ഒരുപാടുണ്ട്. അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് 4-6 മാർക്കുകളിലൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾ അഡ്വൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കൂ, അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തന്നിട്ട്
ഒരു ഇൻസ്റ്റൻസ് തന്നിട്ട് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട് 2 മാർക്കിനൊക്കെ ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ഇഫ് യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെൻറ്റൻസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഗ്രാമറാണ് ചോദിക്കുന്നത്. ഗ്രാമർ ഒരു 1 മുതൽ 5 അല്ലെങ്കിൽ 6 മാർക്കിന് വരെയൊക്കെയാണ് കൂടുതലും ഗ്രാമർ ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാവുന്ന എഡിറ്റിംഗ് ചോദിക്കാം. മാക്സിമം ഒരു 10 മാർക്ക്, 6 എന്ന് പറയാൻ പറ്റില്ല, മാക്സിമം ഒരു 10 മാർക്ക്, 10 മാർക്കിൻ്റെ ഉള്ളിൽ വരെ ഗ്രാമർ വരാറുള്ളൂ അങ്ങനെ കാര്യമായിട്ട്. അപ്പോൾ എഡിറ്റിംഗ് ചോദിച്ചേക്കാം. എഡിറ്റിംഗ് സാധാരണ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിന് ചോദിച്ചേക്കാം. ഇഫ് ക്ലോസ് മേ ബി 1 മാർക്കിന് ചോദിച്ചേക്കാം. ദെൻ ആക്റ്റീവിൽ നിന്ന് പാസീവ് വോയിസ് ആക്കാൻ ചോദിച്ചേക്കാം. ഇതിൻ്റെ എല്ലാ വീഡിയോസ് ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റെഫർ ചെയ്യുക. പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഗ്രാമർ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് കഴിഞ്ഞു. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇനി പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇനി പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് എന്താണ്? നമ്മൾ 99 രൂപയ്ക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആകുന്ന ഒരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിപ്പിക്കുന്ന ഫുൾ ലെസൺസ് അല്ല നിങ്ങൾക്ക് അവിടെ കിട്ടാം. നമുക്കിത് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ 99 രൂപയ്ക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, പോയത്തിൻ്റെ മീനിങ്, അത്യാവശ്യം വേണ്ട ഗ്രാമേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ്, അതിൻ്റെ ഫോമാറ്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് വിത്ത് ഫുൾ കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് 99 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ആ ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് 6238917889 എന്ന നമ്പറിൽ നിങ്ങളുടെ ഫുൾ നെയിം, ഡിസ്ട്രിക്റ്റ്, ക്ലാസ്, ബൂസ്റ്റർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റർ ബാച്ചാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്